9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക. 16 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകൾ വാങ്ങാൻ നിങ്ങൾ റെഡിയാണോ? എങ്ങനെയാണെന്നല്ലേ? ലോകത്തിലെ തന്നെ ഏതൊരു മത്സര പരീക്ഷകളിലും ഉയർന്ന സ്കോറോടുകൂടി ഒരു മികച്ച വിജയം കൈവരിക്കാനും ഓരോ വിദ്യാർത്ഥികൾക്കും അവരവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉയർത്താനും അതുവഴി സ്വന്തം പ്രയത്നത്തിലൂടെ സക്സസ്ഫുൾ ആകാനുമായി ബ്രില്യൻ്റ് അവതരിപ്പിക്കുന്നു BSO അഥവാ ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡ് 2024. മികച്ച പെർഫോമൻസ് നടത്തുന്നവർക്ക് 16 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളാണ് ലഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് BSOയുടെ എക്സാം നടത്തുന്നത്. ആദ്യഘട്ടം 2023 ഒക്ടോബർ 28 ഓൺലൈനായും, രണ്ടാം ഘട്ടം 2024 ജനുവരിയിൽ ഓഫ്ലൈനായും കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തപ്പെടും. ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ലോജിക്കൽ റീസണിങ്ങും അനലിറ്റിക്കൽ എബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും അളക്കാനും അതുപോലെ സ്വന്തം സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിയാനും സഹായിക്കുന്നു. 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ് ലഭിക്കുന്നത്. 2ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 50,000, 3ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 25,000, 4ാം റാങ്ക് നേടുന്ന കുട്ടിക്ക് 20,000 രൂപയുമാണ് ക്യാഷ് അവാർഡായി നൽകുക. 5 മുതൽ 10 വരെ റാങ്കുകൾ കരസ്ഥമാക്കുന്ന 6 വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ വീതവും, 11 മുതൽ 20 വരെ റാങ്കുകൾ ലഭിക്കുന്ന 10 കുട്ടികൾക്ക് 10,000 രൂപയും, 21 മുതൽ 50 വരെ റാങ്കുകൾ നേടുന്ന 30 വിദ്യാർത്ഥികൾക്ക് 5,000 രൂപ വീതവും ക്യാഷ് അവാർഡുകൾ നൽകപ്പെടും. ഇതിനു പുറമെ BSO 2024 വിജയികൾക്ക് ബ്രില്യൻ്റ് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് പ്രവേശനവും ലഭിക്കും. ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫൗണ്ടേഷൻ മാരത്തണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 9ന്റെ ബയോളജി ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഫൗണ്ടേഷൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ബയോളജി ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടു തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 11 ചാപ്റ്റേഴ്സ് ആണ്, 11 ടോപ്പിക്സ് ആണ് ഈ ഒരു ബയോളജി എക്സാമിന് വേണ്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ 11 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 11 ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചൊരുങ്ങുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് എന്ന് കാണാം. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, മൈക്രോ ഓർഗാനിസംസ്, കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, transportation, sensations and responses, windows of knowledge, chemical messages for homeostasis, life processes, control and coordination. So ഈ 11 chapters, okay, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നന്നായി പഠിച്ചൊരുങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ബിഗിൻ ചെയ്യാം. ദാറ്റ് ഈസ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. സോ സിംപ്ലി ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഈ എക്സാമിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുങ്ങേണ്ട പോർഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ബേസിക് പ്രാക്ടീസസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, അപ്പോൾ നമുക്ക് വേണ്ടുന്ന കൊമേഴ്ഷ്യലി ആൻഡ് ഡൊമസ്റ്റിക്കലി നമുക്ക് ആവശ്യമുള്ള ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ, അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ആൻഡ് ഫർദർ മാനേജ്മെൻറ്റ്, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നോക്കിക്കേ, പ്രിപ്പറേഷൻ ഓഫ് സോയിലിൽ നിന്ന് അത് ബിഗിൻ ചെയ്യുന്നു. സോ സോയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലോയിങ്, ടില്ലിംഗ് ഒക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ സോയിങ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സോയിങ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സോ ചെയ്യാം, ലൈൻ സോയിങ്, ഡിബ്ലിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സോയിങ്. ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓരോ സീഡ് ടൈപ്പ് അനുസരിച്ച് സോയിങ് മെത്തേഡ്സ് ഡിഫറെൻ്റ് ആണ്. യെസ്, ആഡിങ് മനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു പ്ലാന്റ് ഗ്രോത്തിന്, ഒരു ബെറ്റർ ആയിട്ടുള്ള ക്രോപ്പ് ഈൽഡിന് മനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ മനുവേഴ്സ് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സ്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിലൂടെ എല്ലാം കടന്നു പോവുക. ഓക്കെ, ദെൻ ഇറിഗേഷൻ. ഈസ് ദറ്റ് ഇറിഗേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ? യെസ്, ഓരോ ക്രോപ്പിൻ്റെയും ഇറിഗേഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. സർഫസ് ഇറിഗേഷൻ, സബ്സോയിൽ ഇറിഗേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ ഇറിഗേഷൻ പാറ്റേൺസ് കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഇറിഗേഷൻ പാറ്റേൺസ് കാണുക. ദെൻ മോഡേൺ ഇറിഗേഷൻ ടൈപ്സ് ഏതൊക്കെയാണ്, നമുക്കറിയാം ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, പിക്ചർ പോട്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്സിലൂടെ എല്ലാം ഒന്ന് കടന്നു പോവുക.
അപ്പോൾ ഇറിഗേഷൻ ടൈപ്സ് നോക്കുക. യെസ്, പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്. നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത് വീഡ്സ് ആണ് അല്ലേ, ഒരു ഫീൽഡിൽ കടന്നു വരുന്ന വീഡ്സ് ആണ്. സോ വീഡ്സിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഫേവറബിൾ പ്ലാന്റിനെ, നമുക്ക് വേണ്ട പ്ലാന്റിനെ വീഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ എന്തൊക്കെ ചെയ്യാം? ഹാൻഡ് പിക്കിംഗ് ഒരു മെത്തേഡാണ് അല്ലേ. യെസ്. ദെൻ വീഡിസൈഡ്സ് സ്പ്രേ ചെയ്യുക മറ്റൊരു മെത്തേഡാണ്. ദെൻ മൾച്ചിങ് അല്ലേ, നമുക്ക് ഡിഫറെൻറ്റ് ക്രോപ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഷീറ്റ് യൂസ് ചെയ്തോ നമുക്ക് ആ റീജിയനെ മൾച്ച് ചെയ്യാം. അതൊരു പരിധി വരെ വീഡ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്രോപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. യെസ്. നെക്സ്റ്റ് ഈസ് ഹാർവെസ്റ്റിംഗ്. ഓരോ ക്രോപ്പിൻ്റെയും ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആണ്, ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെയൊക്കെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ശരിയല്ലേ? സംടൈംസ് സീഡ്സ്, സംടൈംസ് സ്റ്റെം, സംടൈംസ് റൂട്ട്സ്. സോ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ഓർത്തിരിക്കുക. യെസ്. ദെൻ സ്റ്റോറേജ്. നമ്മൾ സ്റ്റോറേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഈ ഒരു ക്രോപ്പിനെ റേസ് ചെയ്താൽ മാത്രം മതിയോ? നന്നായി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഈൽഡ് കിട്ടിയാൽ മാത്രം മതിയോ? പോരാ അല്ലേ. അതിനെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഹൗ വി ക്യാൻ സ്റ്റോർ, ഇതിനെ എങ്ങനെ നമുക്കൊന്ന് സ്റ്റോർ ചെയ്യാം, അതിനെ മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെ നമുക്ക് അതിൻ്റെ സ്റ്റോറിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റോറിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ എങ്ങനെ നമുക്കൊരു മോയ്സ്ചർ ഫ്രീ കണ്ടീഷനിൽ അതിനെ സ്റ്റോർ ചെയ്യാം അല്ലേ. ദെൻ ഏത് ബാഗാണ് യൂസ് ചെയ്യുന്നതിനെ കീപ്പ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ലൊരു ഐഡിയ കൊണ്ടുവരിക. യെസ്. ദെൻ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഡിഫറെൻറ്റ് ക്രോപ്സിന് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വിൻ്റർ കണ്ടീഷൻ, ഓക്കെ, ഒക്ടോബർ ടു നവംബർ, നമ്മൾ അതിനെ പറയുന്നത് റാബി എന്നാണ്. ഓക്കെ, റാബി ക്രോപ്പ് ടൈപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ റാബി ക്രോപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് വിൻ്റർ ക്രോപ്പ് ആണ്. ദെൻ അഗെയിൻ ഖാരിഫ് ക്രോപ്പ് ടൈപ്പ്, ഖാരിഫ് എന്ന് പറയുന്നത് സമ്മർ ടൈപ്പ് ആണ് അല്ലേ. അപ്പോൾ മെയ് സീസണിൽ മെയിൽ ആരംഭിക്കുന്നതാണ്, സമ്മർ സീസൺ ടൈപ്പ് ക്രോപ്സ് ആണ് ഖാരിഫ് ക്രോപ്സ്. സോ ഇങ്ങനെയുള്ള ഡിവിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ടു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ കാണുന്നത് സിംപ്ലി നമുക്ക് എങ്ങനെ ഒരു ക്രോപ്പിന് ഈൽഡ് വരെയുള്ള കാര്യങ്ങൾ എത്തിക്കാം അല്ലേ, എങ്ങനെ നമുക്ക് ആ ഫീൽഡ് പ്രിപ്പയർ ചെയ്യാം, how to sow a seed അല്ലേ. ദെൻ അഗെയിൻ ഹൗ ടു മെയിൻറ്റെയിൻ ദ ക്രോപ്പിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഫൈനലി ഹൗ വി ക്യാൻ ഹാർവെസ്റ്റ് ഇറ്റ് ആൻഡ് ഹൗ വി ക്യാൻ സ്റ്റോർ ഇറ്റ്, നമുക്ക് എങ്ങനെ അതിനെ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കൊണ്ടുവരിക. ദെൻ ക്രോപ്പ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മനുവർ ആപ്ലിക്കേഷൻ, ഇറിഗേഷൻ, വീഡിങ് ഒക്കെ അതിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. യെസ്. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ, ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ ഫേവറബിൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ഓരോ ക്രോപ്പിനും ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണ് ഫേവർ ചെയ്യുന്നത്. സോ റാബി ആൻഡ് ഖാരിഫ് ക്രോപ്സിനെ പറ്റി ഒരു ഐഡിയ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം. യെസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദ അൺവാണ്ടഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ എലോങ് വിത്ത് ദ ക്രോപ്സ് ആർ കോൾഡ്. യെസ്, ദ അൺവാണ്ടഡ് പ്ലാന്റ്സ് ഗ്രോ എലോങ് വിത്ത് ദ ക്രോപ്സ് ആർ കോൾഡ്. അത് ഏതാണ് ഇതിൽ? ഫെർട്ടിലൈസേഴ്സ് ആണോ, മനുവർ ആണോ, വീഡ്സ് ആണോ, ഖാരിഫ് ക്രോപ്സ് ആണോ? ഏതൊക്കെയാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, വീഡ്സ് ആണല്ലേ. വെരി ഗുഡ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞു, വീഡ്സ് ആണ് വരുന്നത്. അൺവാണ്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് വീഡ്സ് ആണ്. സോ നിങ്ങൾ കേട്ടിട്ട് കാണും നമ്മൾ വീഡിസൈഡ്സ് സ്പ്രേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പരിചയം ഒരാളുണ്ട്, ഒരു ഹോർമോൺ ആണ്. ഈ ഹോർമോണിനെ നമ്മൾ വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് ആ ഹോർമോൺ എന്താണെന്ന് പറയുന്നത്? ഒരു ഹോർമോൺ നമ്മളൊരു വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടു കിൽ വീഡ്സ്. ഏതാണ് ആ ഹോർമോൺ? ഓക്കെ, ആരാണ് ഉത്തരം പറയുന്നത്? നോക്കട്ടെ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആൻസർ പറയുവാണ്. ദാറ്റ് ഈസ് 2,4-D. ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, 2,4-D എന്ന് പറയുന്ന സിന്തറ്റിക് ഹോർമോണിനെ നമ്മൾ ഈ ഒരു വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡൈക്കോട്ടിനെ മാത്രമാണ് കില്ല് ചെയ്യുന്നത്. അപ്പം മോണോക്കോട്ട് ഫീൽഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? 2,4-D എന്ന് പറഞ്ഞ വീഡിസൈഡ് സ്പ്രേ ചെയ്യാം. യെസ്, അപ്പോൾ നമുക്ക് വീഡിനെ കില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം വീഡിസൈഡ്സ്. ക്ലിയർ ആണോ? യെസ്, നമ്മൾ പറഞ്ഞു ഹാൻഡ് പിക്കിംഗ് ഒരു മെത്തേഡാണ്, മൾച്ചിങ് ഒരു മെത്തേഡാണ്, ഹൗ ടു കൺട്രോൾ ദ വീഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദ ആൻസർ ഈസ് വീഡ്സ്. ആൻഡ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള മൈക്രോബ്സ്, അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വൈറസ്, ഇതിനെപ്പറ്റി ഇവരുടെ സ്ട്രക്ചറിനെ പറ്റി
അവരുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഇപ്പോൾ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി, അവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, വൈറസിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, പ്രോട്ടോസോവസ് ഫീച്ചേഴ്സ്, യെസ്, ഫംഗസിന്റെ സ്പെഷ്യാലിറ്റി, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക് ആയിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മൈക്രോബ്സിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ക്ലിയർ? ദെൻ അതിനുശേഷം നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്. ഓക്കെ, യൂസ്ഫുൾ മൈക്രോബ്സ് ഏതൊക്കെയാണ്, ദെൻ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയോ? യെസ്, യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? യൂസ്ഫുൾ മൈക്രോബ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പരിചയമുള്ള ഒരാളാണ്, ഫംഗസ് ആണ് അല്ലേ, ഈസ്റ്റ് അല്ലേ, നമ്മൾ കിച്ചണിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ആളാണ് ഈസ്റ്റ്, യൂസ്ഫുൾ മൈക്രോബ് അല്ലേ. യെസ്. ഇനി അങ്ങനെയാണ് ലാക്ടോബാസിലസ് വിച്ച് കൺവേർട്സ് ദ മിൽക്ക് ടു കേർഡ്, എന്താണ്, യൂസ്ഫുൾ ആണ്. യെസ്. ആൻഡ് അഗെയിൻ റൈസോബിയം, നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ അതെന്താണ്, അഗെയിൻ യൂസ്ഫുൾ ബാക്ടീരിയ ആണ്. സോ നമ്മൾ ഈ പറയുന്ന ആളുകളെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിന്റെ എക്സാമ്പിൾസ് ആണ്. സോ മേജർ ആയിട്ടുള്ള യൂസ്ഫുൾ മൈക്രോബ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. ദെൻ അഗെയിൻ ഹാംഫുൾ മൈക്രോബ്സ്, സോ ദാറ്റ് ഈസ് മൈക്രോബ്സ് കൊണ്ട് കോസ് ചെയ്യുന്ന ഡിസീസസിനെ പറ്റി ഒരു അവയർനെസ് വേണം. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണ്, സോ എങ്ങനെയാണ് ഈ ഡിസീസ്, ഏത് മീഡിയം വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എയർ ബോൺ ആണോ വാട്ടർ ബോൺ ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. യെസ്. നമുക്കറിയാം, വീണ്ടും അറിയാം, പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസസ് ഏതാണ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്. ഈ ഒരു ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വൈറസ് കോസിങ് ആയിട്ടുള്ള ഡിസീസിനെ പറ്റി ഒരു ഐഡിയ വേണം. ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ് ഏത് മൈക്രോബാണ് കോസ് ചെയ്യുന്നത്, ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആണല്ലേ. ഹെപ്പറ്റൈറ്റിസ് എ ഏത് മൈക്രോബാണ് കോസ് ചെയ്യുന്നത്, വൈറസ് ആണ്. യെസ്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ ബാക്ടീരിയ ഏതൊക്കെ വൈറസ് ഏതൊക്കെ ഡിസീസസ് കോസ് ചെയ്യുന്നു എന്നതിനെ പറ്റി ഒരു അവയർനെസ് വേണം. ഉറപ്പായിട്ടും ആ ഒരു ഡിസീസ് കോസിങ് മൈക്രോബിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, യെസ്. ഇനി വീണ്ടും നമ്മൾ പറയുന്നു, ഈ മൈക്രോബിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, മൈക്രോബ്സ് വഴി വരുന്ന ഡിസീസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അറിഞ്ഞിരിക്കണം. ഒരു ഡിസീസിന്റെ പേര് കേട്ടാൽ എയർ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതാണോ, വാട്ടർ മീഡിയം ആണോ, ഓക്കെ, ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് വേണം. വീണ്ടും നമ്മൾ പറയുന്നു, മൈക്രോബിന്റെ അറ്റാക്കിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ഫുഡിനെ സേവ് ചെയ്യാം, ഹൗ വി ക്യാൻ പ്രിസർവ് അവർ ഫുഡ്. അപ്പോൾ സിംപ്ലി നിങ്ങൾക്കറിയാം, സോൾട്ടിങ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, മൈക്രോബിനെ അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഫ്രീസിങ്, ഡ്രൈയിങ് ഒക്കെ മെത്തേഡ്സ് ആണ്. സോ ഹൗ വി ക്യാൻ പ്രിസർവ് ദ ഫുഡ് ഓർ ഹൗ വി ക്യാൻ അവോയ്ഡ് മൈക്രോബ്സ് ഫ്രം ഫുഡ് ടു പ്രിസർവ് ഇറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. വളരെ നന്നായിട്ട് നിങ്ങൾ ആൻസർ പറയുന്നുണ്ട് കേട്ടോ. യെസ്, സോൾട്ട്, ഓയിലിംഗ് ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ഫുഡ് പ്രിസർവ് ചെയ്യാം അതിനെപ്പറ്റി ഒരു അവയർനെസ് വേണം. ദെൻ എഗെയിൻ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ ഞാൻ പറഞ്ഞു, റൈസോബിയം അല്ലേ, നമ്മൾ റൂട്ട് നോഡ്യൂൾ, ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂൾസിൽ കാണുന്ന സിംബിയോട്ടിക് അസോസിയേഷൻ ആണ് ദാറ്റ് വിത്ത് റൂട്ട് വിത്ത് യെസ് ബാക്ടീരിയ. അപ്പോൾ റൈസോബിയം ബാക്ടീരിയയും റൂട്ടുമായിട്ട് കാണുന്ന സിംബിയോട്ടിക് അസോസിയേഷൻ. സോ ഡിഫറെൻറ്റ് ബാക്ടീരിയാസ് ഉണ്ട്. നൈട്രജൻ ഫിക്സേഷൻ, അസറ്റോബാക്ടർ ഒക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ, നൈട്രജൻ ഫിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതും നമ്മൾ യൂസ്ഫുൾ ബാക്ടീരിയയുടെ യൂസ്ഫുൾ കാറ്റഗറിയിൽ പറയുന്നതാണ്. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ ഓർഗാനിസംസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. സോ സിംപ്ലി നമ്മൾ പറഞ്ഞു, ഇതിൽ നമ്മൾ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ദെൻ യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ ടൈപ്സ് ഏതൊക്കെയാണ്, ദെൻ അതിൻ്റെ ഒരു ലിസ്റ്റ്, നമുക്ക് ഡിസീസസിൻ്റെ ഒരു ലിസ്റ്റ്, ഡിസീസ് ഏതൊക്കെയാണ് കോസ് ചെയ്യുന്നതിനുള്ള അവയർനെസ് ഉണ്ടായിരിക്കാം. യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കോസസ് ഡിസീസസ് ആർ ഓൾസോ നോൺ ആസ്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മൾ വീണ്ടും എന്താണ് വിളിക്കുന്നത്, ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കാറുള്ളത്? യെസ്, വന്നു കഴിഞ്ഞു അല്ലേ, സോ ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ വളരെ മിടുക്കരാണ് കേട്ടോ, നിങ്ങൾ ചാറ്റ് ബോക്സ് നിറച്ചു കഴിഞ്ഞു ഓപ്ഷൻ കൊണ്ട്. ദാറ്റ് ഈസ് എ, പാത്തോജൻസ് അല്ലേ, പാത്തോജൻസ് ആണ് നമ്മൾ വിളിക്കുന്നത് ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. നമുക്കറിയാം, നമ്മൾ ഫംഗസ് എന്ന് പറയുന്ന ആളും എന്താവാം, ഡിസീസ് കോസിങ് ആവാം. പക്ഷെ എല്ലാ ഫംഗസും ഹാംഫുൾ ആണോ? അല്ല. എല്ലാ ഫംഗസും ഡിസീസ് കോസിങ് ആണോ? അല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറ്റഗറിനെ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നതാണ് പാത്തോജൻസ്. വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലേറിയ ഈസ് കോസ്ഡ് ബൈ വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോബ്?
മലേറിയ ഈസ് കോസ്ഡ് ബൈ വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോബ്? യെസ്, അപ്പൊ ആൻസർ ചെയ്തോളൂ കേട്ടോ, വേഗം തന്നെ ആൻസർ ചെയ്തോളൂ. ഓക്കെ, വളരെ പെട്ടെന്നാണല്ലേ, ക്വസ്റ്റ്യൻ കണ്ടതേ ഉള്ള ആൻസർ വന്നു കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും പഠിച്ചു ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി ഈ ഒരു ക്ലാസ്, ഈ ഒരു സമ്മർ ബോർഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും അല്ലേ? യെസ്. സോ മലേറിയ ഈസ് സിംപ്ലി കോസ്ഡ് ബൈ പ്രോട്ടോസോവ അല്ലേ? പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് മലേറിയ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രോട്ടോസോവ. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞു. ദാറ്റ് ഈസ് പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം ആണ് കോസ് ചെയ്യുന്നത് മലേറിയ. യെസ്. And we are moving to the next chapter, that is conservation of plants and animals. Conservation of plants and animals. അപ്പോൾ നമുക്കറിയാം how we can protect the biodiversity. നമുക്ക് എങ്ങനെ ഈ വേരിയിങ് ആയിട്ടുള്ള ഓർഗാനിസത്തെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. സോ നേച്ചർ ഇതേ രീതിയിൽ തന്നെ കൺസേർവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുവാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷന്റെ റിസൾട്ട് എന്താണ്? ഡീഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക കേട്ടോ. ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? റെയിൻ കുറയാനുള്ള ചാൻസ് ഉണ്ടോ? അവിടെ വീണ്ടും ഡീഫോറസ്റ്റേഷൻ നടന്നാൽ സോയിൽ എറോഷൻ ഒരു ചാൻസ് ഉണ്ടോ? യെസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുക. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫോറസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. യെസ്. ദെൻ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. നമുക്കറിയാം ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ ഈ ഒരു ഫ്ലോറ ആൻഡ് ഫോണയുടെ ഒരു ലാർജ് അല്ലേ? നമുക്കറിയാം നമുക്ക് ഒരുപാട് ഫോറസ്റ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്? നമ്മൾ എന്ന് പറയുന്ന അല്ലെ ഹ്യൂമൻ ബീങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫോറസ്റ്റ് അല്ലേ? നമ്മൾ ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി നമ്മൾ ആരുടെ സപ്പോർട്ടിലാണ്? ഫോറസ്റ്റിന്റെ സപ്പോർട്ടിലാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഫോറസ്റ്റ് നമുക്ക് തരുന്ന പ്രോഡക്ട്സ്? ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നറിഞ്ഞിരിക്കാം. അപ്പൊ സിംപ്ലി ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഹണി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണോ? തീർച്ചയായിട്ടും അല്ലേ, കിട്ടും. യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, സീലിംഗ് വാക്സ് എന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റിൽ നിന്ന് അവൈലബിൾ ആണോ? അവൈലബിൾ ആണോ? യെസ്. ഇനി വീണ്ടും ഗം അല്ലേ, പ്ലാന്റ് ട്രീസിൽ നിന്നുള്ള വരുന്ന എക്സുഡേഷൻസ് ആയ ഗം എന്ന് പറയുന്നത് ഫോറസ്റ്റ് പ്രോഡക്റ്റ് ആണോ? അതെ. സോ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? സോ അത് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി വീണ്ടും പറയുന്നുണ്ട് എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? എൻഡമിക് സ്പീഷീസ് സോ സിംപ്ലി നമുക്കറിയാം ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ മാത്രം കാണുന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ഇൻഹബിറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ് എൻഡമിക് സ്പീഷീസ്. അങ്ങനെയാണെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതാണ്? എക്സ്റ്റിൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള റെഡ് ഡേറ്റ ബുക്കിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്തിൻ്റെ ഒരു സോഴ്സ് ആണ് റെഡ് ഡേറ്റ ബുക്ക്? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങൾ കൊണ്ടുവരണം. ക്ലിയർ അല്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം. എക്സ്ട്രീം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ്, ദെൻ എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ. ഈ കണ്ടീഷൻസിലൊക്കെ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈ ഒരു എക്സ്ട്രീം കണ്ടീഷൻസ് സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ് ഒക്കെ വേണ്ടേ അല്ലേ? നമുക്കറിയാം ഹൈലി എക്സ്ട്രീം ആയിട്ടുള്ള ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ലീവ് ചെയ്യുന്നവർക്ക് ഫാറ്റ് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ലീവ് ചെയ്യുന്നവർക്ക് വളരെ തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിളായിരിക്കും ഉള്ളത്, ട്രാൻസ്പിറേഷൻ മാക്സിമം കുറയ്ക്കാനായിട്ട്. സോ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത് ഇവരുടെ അഡാപ്റ്റേഷൻ ആയിട്ടാണ്. ദാറ്റ് മേക്സ് ദം ടു സർവൈവ് ഇൻ ദാറ്റ് എക്സ്ട്രീം കണ്ടീഷൻസ്. ഓക്കെ അല്ലേ? സോ എക്സ്ട്രീം കണ്ടീഷൻസ് ലീവ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? അവർക്കുള്ള മെയിൻ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഇതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കണം. ദെൻ വീണ്ടും പറയുന്നു റീഫോറസ്റ്റേഷൻ. വാട്ട് ഇസ് ദിസ് ടൈം? റീഫോറസ്റ്റേഷൻ അല്ലേ? ഒന്ന് നശിപ്പിക്കപ്പെട്ട റീജിയണിൽ വീണ്ടും നമ്മളൊരു ഫോറസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുവാണ്. സോ ആ ഒരു റീഫോറസ്റ്റേഷൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. സോ മെയിനായിട്ട് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ദെൻ വീണ്ടും നമ്മൾ പറയുന്നു ഈ ഫോറസ്റ്റിനെ എങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാം, ഫോറസ്റ്റ് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്, ഡിഫോറസ്റ്റേഷൻ എന്താണ്, റീഫോറസ്റ്റേഷൻ എന്താണ്, എക്സ്ട്രീം ക്ലൈമറ്റിൽ ലിവ് ചെയ്യുന്ന ഓർഗാനിസംസിൻ്റെ അഡാപ്റ്റേഷൻ ഏതൊക്കെയാണ്, എക്സ്റ്റിൻറ്റ്, എൻഡേഞ്ചേർഡ്, ദെൻ വീണ്ടും എൻഡമിക് സ്പീഷീസുകൾ ഏതൊക്കെയാണ്, റെഡ് ഡേറ്റ ബുക്ക്,
ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ വേണം. സോ അതാണ് മെയിൻലി ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ വാട്ട് ഈസ് ക്യൂട്ടിക്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയ എപ്പിഡെർമിസ്. ഈ എപ്പിഡെർമിസിന്റെ സർഫസിൽ കാണുന്ന ഡെപ്പോസിഷൻ ആണ് ക്യൂട്ടിൻ. ക്യൂട്ടിൻ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ലെയർ ആണ് ക്യൂട്ടിക്കിൾ. നമ്മളതിനെ വാക്സി കോട്ടിംഗ് എന്ന് പറയും. സോ വാക്സി കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് പ്ലാന്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാട്ടർ ലോസിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സോ തിക്ക് ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും വളരെ സേഫ് ആയിട്ടാണ് അവർ പ്ലാന്റിനെ കീപ്പ് ചെയ്യുന്നത്. അവർ വളരെ കുറച്ച് ട്രാൻസ്പിറേഷൻ മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. സോ ഹൈ ടെമ്പറേച്ചർ ഉള്ള റീജിയൻസിൽ, ഹോട്ട് ക്ലൈമറ്റിൽ കൂടുതൽ ട്രാൻസ്പിറേഷൻ നടന്ന് വാട്ടർ ലോസ് വീണ്ടും നടക്കാതിരിക്കാൻ അവരുടെ അഡാപ്റ്റേഷനാണ് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഫോം ചെയ്യുക എന്നുള്ളത്. യെസ്, ഓക്കെ. വീണ്ടും നമ്മൾ അടുത്തിലേക്ക് പോവാണ്. നമ്മളുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം അല്ലേ. യെസ്, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Name the areas where animals are protected from any disturbance to them and their habitat. ശ്രദ്ധിച്ചു വായിക്കണം. Name the areas where animals are protected from any disturbance to them and their habitat. നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? സാങ്ച്വറി, ബയോഡൈവേഴ്സിറ്റി, പാലസ്, ബീച്ച്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ അനിമൽസിനെയും അവരുടെ ഹാബിറ്റാറ്റിനെയും നമ്മൾ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്യുവാണ്. ദാറ്റ് ഇസ് സിംപ്ലി വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. യെസ്, വെരി ഗുഡ് അല്ലേ. ഞാനൊന്ന് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെ ആൻസറുകളെല്ലാം വന്ന് നിറഞ്ഞു നമ്മുടെ ചാറ്റ് ബോക്സ്. യെസ്, സാങ്ച്വറി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. യെസ്, ആൻഡ് നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ ഏതൊക്കെ ചാപ്റ്ററുകളിൽ കൂടി കടന്നു പോയെങ്കിലും സെല്ലിനെ വിട്ടിട്ടൊരു കളിയില്ല അല്ലേ. അപ്പോൾ സെൽ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. അപ്പോൾ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ സെൽ ബയോളജി? ഇഷ്ടമാണോ ചാപ്റ്റർ സെൽ? ഇഷ്ടമാണോ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സെല്ലിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. സ്ട്രക്ചർ ഓഫ് എ സെൽ. സിംപ്ലി ഒരു സെൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്? അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും സെല്ലുകൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട് അല്ലേ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആർക്കാണ് സെൽ വാൾ ഉള്ളത്? ആർക്കാണ് സെൽ വാൾ ഉള്ളത്? പ്ലാന്റ് സെല്ലിനാണ് സെൽ വാൾ ഉള്ളത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അനിമൽ സെല്ലിനുള്ളതും പ്ലാന്റ് സെല്ലിന് ഇല്ലാത്തതുമായ ഒരു കാര്യം പറഞ്ഞേ, ദാറ്റ് ഈസ് സെൻട്രിയോൾ. ഓക്കെ അല്ലേ. സോ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാന്റ് ആൻഡ് അനിമൽ സെല്ല് തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചിരിക്കണം. ദെൻ വീണ്ടും പറയുന്നു സെൽ ഓർഗനൽസ്. ഒരു സെല്ലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൽസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം സെൽ ഓർഗനൽസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ സൈറ്റോപ്ലാസത്തിലുള്ള സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം സിംഗിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള, ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള, നോൺ മെംബ്രെയിനസ് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. സോ ഈ ഓർഗനൽസിനെ പറ്റി നല്ലൊരു ഐഡിയ വേണം. ഓക്കെ, യെസ്, ദ ചാപ്റ്റർ ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. യെസ്, ദെൻ പ്ലാസ്റ്റിഡ്സ്. നമുക്കറിയാം പ്ലാസ്റ്റിഡ്സ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ് സെല്ലിൽ ഉണ്ട് പ്ലാസ്റ്റിഡ്സ്, അനിമലിനുണ്ടോ പ്ലാസ്റ്റിഡ്സ്? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ആ ഡിഫറൻസസ് ക്ലിയർ ആക്കുക. അതിനുശേഷം സെൽ ഓർഗനൽസ് പഠിക്കുക. സെൽ ഓർഗനൽസ് ഓരോ ഓർഗനൽ എടുത്ത് ഈ ഓരോ ഓർഗനലിൻ്റെയും സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി എന്താണ്, ഇവരുടെ ഫംഗ്ഷൻ എന്താണ്, ഒരു സെല്ലിൽ ഇവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, which is the controlling part of a cell എന്ന് ചോദിച്ചാൽ that is nucleus. Power house of a cell simply mitochondria. Suicidal bag of a cell എന്നറിയപ്പെടുന്ന എന്താണ്? that is lysosome അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്. സോ ക്ലിയർ ആയിട്ട് ഓരോ ഓർഗനലിലും എന്താണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കുക. യെസ്, ദെൻ സെല്ലുലാർ ട്രാൻസ്പോർട്ട്. സെല്ലുലാർ ട്രാൻസ്പോർട്ട് അപ്പോൾ നമുക്കറിയാം പാസീവ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്സ്. ദെൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലേ. സിംപ്ലി നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടിൽ ഓസ്മോസിസ് കാണുന്നതാണ്. ഓസ്മോസിസും ഡിഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് എനർജി യൂട്ടിലൈസ് ചെയ്ത് നടക്കുന്ന ട്രാൻസ്പോർട്ട്. എന്താണ് അതിൽ സ്പെഷ്യാലിറ്റി? ഇങ്ങനെ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി വീണ്ടും നമ്മൾ പറയുന്നുണ്ട് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു സെല്ല് ഒരു ഹൈപ്പോട്ടോണിക് മീഡിയത്തിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുവാണെങ്കിൽ സെല്ലിന് എന്ത് സംഭവിക്കും? ഹൈപ്പർട്ടോണിക് മീഡിയത്തിലേക്ക് ഒരു സെല്ല് ഡിപ്പ് ചെയ്താൽ സെല്ലിന് സംഭവിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഓസ്മോസിസിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എൻഡോസ്മോസിസ് ആൻഡ് എക്സോസ്മോസിസ്. സോ സിംപ്ലി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം, വെരി ഗുഡ് കേട്ടോ, എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ റിപ്ലൈ ചെയ്യുന്ന കണ്ടപ്പോൾ. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എക്സോസ്മോസിസ് ഒക്കെ പറയുന്നുണ്ട്. യെസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഇനി വീണ്ടും ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഒരു സെൽ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ഡിസ്കവറി ആരാണ് നടത്തിയത്? ഫസ്റ്റ് സെൽ ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാം, റോബർട്ട് ഹുക്ക് അല്ലേ? ഏത് സെല്ലാണ് അദ്ദേഹം ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? കോർക്ക് സെൽസ് ആണ്, ഡെഡ് സെൽസ് ആണ്. സോ ഇങ്ങനെ സെല്ലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി വീണ്ടും പറയുന്നു, നമുക്ക് ഈ സെൽ തിയറി പഠിക്കാനായിട്ടുണ്ട്. അപ്പം സെൽ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. സോ അവർ പ്രപ്പോസ് ചെയ്ത സെൽ തിയറിനെ ഒരു സയൻറ്റിസ്റ്റ് മോഡിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സയൻറ്റിസ്റ്റ് വിർച്ചോഫ്. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ന്യൂക്ലിയസ് ആരാണ് ഡിസ്കവർ ചെയ്തത്? സോ ന്യൂക്ലിയോലസിൻ്റെ ഡിസ്കവറി ആരാണ് നടത്തിയത്? സോ ഇങ്ങനെയുള്ള ഓരോ ഓർഗനസിനെ പറ്റി ഇതിൻ്റെ യെസ്, വിർച്ചോ കറക്റ്റ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കവറീസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. സെൽ എന്നൊരു ചാപ്റ്ററിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ തന്നെ ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. DNA is stored in which of the following cell organelle? DNA is stored in which of the following cell organelle? ഇതിൽ എവിടെയാണ് DNA സ്റ്റോർ ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ സി ആൻസർ വന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് ന്യൂക്ലിയസ് അല്ലേ? നമ്മളുടെ ഒരു സെല്ലിൻ്റെ കൺട്രോളിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് ആൻഡ് കോൺസ്പീഷ്യസ് ഓർഗനൽ എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. സോ പ്രൊമിനന്റ് ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടിയ ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കുന്നത് യൂക്യാരിയോട്സിലാണ്. പ്രൊക്യാരിയോട്സിൽ DNA പ്രസന്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആണ്, പക്ഷേ അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ഓക്കെ ആണോ? ഈ ന്യൂക്ലിയസിനുള്ളിൽ കീപ്പ് ചെയ്തിരിക്കുന്ന DNA-യിൽ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്. പ്രോസസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ RNA ഫോം ചെയ്ത RNA ആണ് ദെൻ സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നത്. സൈറ്റോപ്ലാസ്റ്റിൽ വെച്ച് RNA-യിൽ നിന്നാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് റൈബോസോംസ്. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. സോ ഇങ്ങനെയുള്ള ചെറിയ പോയിന്റ്സ് ഒക്കെ യെസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. യെസ്, അപ്പം നമുക്ക് പഠിച്ചെടുക്കാം. നമുക്ക് സമയമുണ്ട്. സെൽ എന്ന ചാപ്റ്റർ വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാം ആ ചാപ്റ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിവിഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് യെസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ബോത്ത് ആനിമൽസ്. ഓക്കെ, ആൻഡ് വീണ്ടും നമ്മൾ പറയുന്നുണ്ട് ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏതൊക്കെയാണ് ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നത്, ആ ഓർഗൻ പാർട്സ് ഏതൊക്കെയാണ്, ഗെമേറ്റ് ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു, ഹൗ ദ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്, അവിടെയുള്ള മിയോസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, സോ നമുക്കറിയാം ഗെമറ്റിക് സെൽ ഫോർമേഷനിൽ ഒരു മിയോസിസ് ഉണ്ടല്ലേ. സോ ദാറ്റ്സ് വൈ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മിയോസിസ്? എന്തായിരിക്കും മിയോസിസിന്റെ യൂസ് അല്ലേ? രണ്ട് ഡിപ്ലോയിഡ് സെല്ല് ഫ്യൂസ് ചെയ്ത് വീണ്ടും ഒരു സൈഗോട്ട് ഉണ്ടാവുക പോസിബിൾ ആണോ? അല്ല, ഹാപ്ലോയിഡ് സെൽ ഫ്യൂസ് ചെയ്താണ് പേരന്റ് സെല്ലിന്റെ അതേ പ്ലോയിഡ് ലെവൽ കണ്ടിന്യൂ അതേ ക്രോമസോം നമ്പർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഓസ്പ്രിങ് ഉണ്ടാവുന്നത്. സോ ദ മിയോസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു റീപ്രൊഡക്ഷൻ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ബോത്ത് ദ അനിമൽ റീപ്രൊഡക്ഷൻ ആൻഡ് പ്ലാന്റ് റീപ്രൊഡക്ഷനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണം. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചിരിക്കുക, അതിൻ്റെ ഫങ്ഷൻസ്, ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ്. ഓക്കെ, സോ നമുക്കറിയാം പ്ലാന്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് റീജൻസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. ദെൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗെമേറ്റ് ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന്, റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് എ ടൈപ്പ് ഓഫ്. അപ്പോൾ നമുക്കറിയാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ പേരന്റ് ഇൻവോൾവ് ചെയ്യുന്ന പ്രൊപ്പഗേഷൻ ആണ്. സോ ആ സിംഗിൾ പേരന്റിന്റെ ക്ലോൺ തന്നെയായിരിക്കും ഉണ്ടാകുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആൻസർ വന്നു കഴിഞ്ഞു അല്ലേ? സോ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ടൈപ്പ് ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ് മക്കളെ, ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പേരൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്.
ദെൻ അതിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷേ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ പേരന്റ് ഇൻവോൾവിങ്, അത് ആ പേരന്റ് തന്നെ ക്ലോൺ ആയിരിക്കും, അവിടെ വേരിയേഷൻസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ക്ലിയർ ആണ്. ദെൻ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കുന്ന ട്രാൻസ്പോർട്ടേഷനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ പറയുന്നു സൈലം ട്രാൻസ്പോർട്ട്, സെക്കൻഡ് വൺ പറയുന്നു ഫ്ലോയം ട്രാൻസ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം സൈലത്തിൽ കൂടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സൈലത്തിൽ കൂടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? വാട്ടർ ആൻഡ് മിനറൽസ് ആണല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോയം ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫുഡ് മെറ്റീരിയൽസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്. ദെൻ വീണ്ടും നിങ്ങൾക്കറിയാം സർക്കുലേഷൻ. നമ്മൾ അനിമൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സർക്കുലേഷൻ ഉണ്ട്, അതിന് ഇൻവോൾവ് ചെയ്യുന്ന ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് സൈലത്തിന്റെ സ്ട്രക്ചർ, ഡിഫറെന്റ് സെൽസ് ഇൻ ദ സൈലം അല്ലെ, സൈലം പാരങ്കൈമ, സൈലം ഫൈബേഴ്സ്, ട്രക്കീഡ്സ്, വെസൽസ് ഒക്കെ ഉണ്ട്. ഈ സെൽസിനെ പറ്റി ഒരു ഐഡിയ വേണം. ദെൻ സൈലം ട്രാൻസ്പോർട്ട്, അസെൻഡ് ഓഫ് സാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് സൈലം ട്രാൻസ്പോർട്ട്. ദെൻ ഫ്ലോയം ഡിഫറെന്റ് ഫ്ലോയം സെൽസ് ഏതൊക്കെയാണ്? ദെൻ അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയം സെൽസിന് എന്താണ് ഫംഗ്ഷൻ? നമുക്കറിയാം സീവ് ട്യൂബ് ഒക്കെ എന്താണ്? ഫ്ലോയം സെൽസ് ആണല്ലേ, ഫ്ലോയം പാരങ്കൈമ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കമ്പാനിയൻ സെൽ, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ വീണ്ടും അനിമൽ സർക്കുലേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ എന്താണ്? സോ ഡിഫറെൻറ്റ് ചേംബേഴ്സ് ഓഫ് ഹാർട്ട് ഏതൊക്കെയാണ്? ദെൻ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വെസൽസ് ഏതൊക്കെയാണ്? ഓക്സിനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസൽ ഏതാണ്? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസലാണ് ഏതാണ്? ലാർജസ്റ്റ് വെസൽ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. അപ്പം മെയിനായിട്ട് ട്രാൻസ്പോർട്ട് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് സൈലം ആൻഡ് ഫ്ലോയം സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ആൻഡ് ദെൻ ദ സർക്കുലേറ്ററി സിസ്റ്റം ഇൻ ആനിമൽസ്, മെയിൻലി ദ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെസൽസ് ആൻഡ് ഹൗ ദ ട്രാൻസ്പോർട്ട് ഒക്കേഴ്സ്. ഓക്കെ, ഈ കാര്യങ്ങൾ വെരി ഗുഡ്. അപ്പോൾ യെസ്, അപ്പോൾ ഇതൊരു സമ്മറി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രണവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്ന നമ്മുടെ വീഡിയോ ആണിത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ മാരത്തണിലാണല്ലേ? യെസ്. ആൻഡ് അഗെയിൻ ഈ കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് നോക്കാം. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ബിഗ്ഗസ്റ്റ് ആർട്ടറി ഏതാണ്? ഏതാണ് ബിഗ്ഗസ്റ്റ് ആർട്ടറി? ആൻസർ വന്നു കഴിഞ്ഞു. ഓക്കെ, അയോർട്ട അല്ലേ? ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ദ ലാർജസ്റ്റ് വെസൽ, ദാറ്റ് ഈസ് ആർട്ടറി, ദാറ്റ് ഈസ് അയോർട്ട അല്ലേ? ദ ആർട്ടറി ദാറ്റ് ഈസ് അയോർട്ട. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. വെരി ഗുഡ്. ദെൻ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫ്ലോയം? ഇതിൽ ഏത് കമ്പോണന്റ് ആണ് ഫ്ലോയത്തിന്റെ പാർട്ട് അല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫ്ലോയം? ഓക്കെ, ആൻസർ വരുന്നുണ്ട്. സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലോയത്തിന്റെ പാർട്ടാണ്. ഓക്കെ, ട്രക്കീഡ്സ് ഫ്ലോയത്തിന്റെ പാർട്ടാണോ? കമ്പാനിയൻ സെൽ ഫ്ലോയത്തിന്റെ പാർട്ടാണോ? അതെ അല്ലേ, കാരണം സീവ് ട്യൂബിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കമ്പാനിയൻ ആണല്ലേ കമ്പാനിയൻ സെൽ. യെസ്. ദെൻ സീവ് പ്ലേറ്റ് ഓഫ് കോഴ്സ് ഇസ് എ പാർട്ട് ഓഫ് ഫ്ലോയം. ദെൻ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ട്രക്കീഡ്സ്. ട്രക്കീഡ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ട്രക്കീഡ്സ് ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് സൈലം അല്ലേ? വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ട്രക്കീഡ്സ് ആണ്, ട്രക്കീഡ്സ് സൈലത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ബാക്കി മൂന്നും ഫ്ലോയത്തിന്റെ പാർട്ട് തന്നെയാണ്. വെരി ഗുഡ്. അപ്പൊ ക്ലിയർ ആയിട്ട് സൈലം ഫ്ലോയം സ്ട്രക്ചേഴ്സ് പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ന്യൂറോൺ സ്ട്രക്ചർ, ദെൻ നെർവസ് സിസ്റ്റം, അഗെയിൻ ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്? സോ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആരൊക്കെയാണ്? സിംപ്ലി ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സെൽ ബോഡി, ആക്സൺ, ഡെൻഡ്രൈറ്റ്, ഓക്കെ, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ ഒരു ഷീറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിനെ കവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക.
ദെൻ വീണ്ടും പറയുന്നുണ്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്താണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിൻ ഏതൊക്കെയാണ്, ഓരോ പാർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്. യെസ്. ആൻഡ് വീണ്ടും ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു അറിവുണ്ടായിരിക്കുക. അപ്പം മേജർ ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഫ്രം ദ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കിലൂടെ 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഈ 3 ടോപ്പിക്കിലൂടെ ഒന്ന് കടന്നു പോവുക. ഈ ടോപ്പിക്സിൽ ഒരു ക്വസ്റ്റൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്. ദെൻ ഇനി വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകാം അല്ലേ. വിച്ച് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എ ന്യൂറോൺ? ഞാൻ പറഞ്ഞു ന്യൂറോൺ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂറോൺ സ്ട്രക്ചറിന്റെ പാർട്ട് അല്ലാത്തത് ഇതിലേതാണ്? സോ വേഗം തന്നെ ആൻസർ ചെയ്തോളൂ കേട്ടോ. യെസ്, വെരി ഗുഡ്, ആൻസർ വന്നു കഴിഞ്ഞു. സോ ഫാസ്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗ്ലോമറുലസ്. ബാക്കി 3ഉം സെൽ ബോഡി, ആക്സൺ, ഡെൻഡ്രൈറ്റ്, ഇത് 3ഉം ന്യൂറോണിന്റെ പാർട്ടാണ്. ദെൻ വിച്ച് ഈസ് ഗ്ലോമറുലസ്? ഗ്ലോമറുലസ് സിംപ്ലി നെഫ്രോണിന്റെ പാർട്ടാണ് കേട്ടോ. കിഡ്നി യൂണിറ്റ് നെഫ്രോണിന്റെ പാർട്ടാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗ്ലോമറുലസ്. വീണ്ടും അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്, വിൻഡോസ് ഓഫ് നോളജ്. സോ വിൻഡോസ് ഓഫ് നോളജ് എന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഐ, മറ്റൊന്ന് ഇയർ. അപ്പോൾ ഐ ആൻഡ് ഇയർ രണ്ടിൻ്റെയും സ്ട്രക്ചർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഐയുടെ സ്ട്രക്ചർ, ഇയറിൻ്റെ സ്ട്രക്ചർ. ദെൻ ദ പ്രോസസ് വിഷൻ, എങ്ങനെയാണ് ഒരു വിഷൻ ഉണ്ടാകുന്നത്, ഒരു വിഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ദ പ്രോസസ് ഓഫ് വിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ദ ഹിയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക. ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കണം. ഒന്ന് ഐയുടെ സ്ട്രക്ചർ പഠിക്കണം, ദെൻ അതേപോലെ തന്നെ ഇയറിൻ്റെ സ്ട്രക്ചർ, ദെൻ വിഷൻ ആൻഡ് ഹിയറിംഗ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നതെന്ന് പഠിച്ചിരിക്കണം. ആൻഡ് വീണ്ടും നിങ്ങൾ നോക്കിക്കേ, ഐയുടെ കേസിൽ ഡിഫക്ട്സ് ആൻഡ് ഡിസീസ് കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഐക്ക് സംഭവിക്കുന്ന ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് ഏതൊക്കെയാണ് എന്നുള്ളത്, എന്താണ് ആ ഡിസീസിന്റെ ബിഹൈൻഡ് റീസൺ, ഏത് പാർട്ട് ഓഫ് ഐക്കാണ് ആ ഒരു ഡിഫക്റ്റ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഫൈനൽ സിംറ്റം ആയിട്ട് വന്നിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് നോട്ട് അബൌട്ട് ഇയർ, ഇയറിന്റെ കാര്യത്തിൽ അത് ബാധകമല്ല, പക്ഷേ ഐ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് കൂടെ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഈ പറയുന്ന 5 പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഐയുടെ സ്ട്രക്ചർ, vision, how the vision occurs, then defects and diseases of eye, again the structure of ear, then again how hearing occurs. വെരി ഗുഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട റീജിയൻസ് ആണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഐ ആൻഡ് ഇയർ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫക്റ്റ് ഓഫ് ദ ഐ ഇൻ വിച്ച് ദ ഐബോൾ ബിക്കംസ് ടു ലോങ് ഈസ്. ഐബോൾ വളരെ ലെങ്തി ആവുന്നത് കൊണ്ട് ഐക്ക് സംഭവിക്കുന്ന ഡിഫക്റ്റ് ഇതിൽ ഏതാണ്? യെസ്, the defect of the eye in which eyeball becomes too long. Answer വന്നു കഴിഞ്ഞു അല്ലേ? Which is the correct answer? That is myopia. The condition is myopia. എന്താണ് മയോപ്പിയയിൽ സംഭവിക്കുന്നത്? വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് വിസിബിൾ ആയിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ഒബ്ജക്ട്സ് വിസിബിൾ അല്ലായിരിക്കും. സോ ദാറ്റ് ഈസ് സിംപ്ലി മയോപ്പിയ. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? when the eyeball becomes too long, that is the condition resulting into myopia. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് ഓഫ് ഐ കൂടെ അതിൽ പഠിക്കുക. ഓക്കെ, ദെൻ ഇയറിൻ്റെ കാര്യത്തിൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഹൗ ദ ഹിയറിംഗ് ഒക്വേഴ്സ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. യെസ്. ദെൻ നെക്സ്റ്റ് ഈസ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടായിട്ട് ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഹോർമോൺസ്, മറ്റൊന്ന് പ്ലാൻ ഹോർമോൺസ്. അപ്പോൾ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ പറ്റി വളരെ നല്ലൊരു അറിവ് നിങ്ങൾക്കുണ്ടെന്ന് അറിയാം എനിക്ക്. കാരണം ഞാനിപ്പോൾ പറയുന്നത് ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ എന്ന് നിങ്ങളോട് പറയുവാണെങ്കിൽ അതാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്തേ. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുമ്പോൾ അത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, വാട്ട് ഈസ് ഹോമിയോസ്റ്റാസിസ് എന്ന് അജയൻ ആൻ്റണി ചോദിച്ചിട്ടുണ്ട്. സോ സിംപ്ലി ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ഇന്റേണൽ ബാലൻസ് ആണ്.
നമ്മുടെ ബോഡിക്കുള്ളിലുള്ള ഒരു ഇന്റേണൽ ബാലൻസ് അല്ലെങ്കിൽ ബോഡിയുടെ ഇന്റേണൽ കണ്ടീഷനെ ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ്. ഹൗ ദ ബാലൻസ് ഒക്വേഴ്സ്, നമുക്ക് എങ്ങനെയാണ് ഇന്റേണൽ ബാലൻസ് ഒക്വയർ ചെയ്യുന്നത്? ബൈ ദ ആക്ടിവിറ്റി ഓഫ് ഹോർമോൺസ്. ഡിഫറെൻറ്റ് ഹോർമോൺസ് അവരുടെ ആ ഒരു ഫങ്ഷനിങ് സൈറ്റിൽ, അവരുടെ ടാർഗറ്റ് സൈറ്റിൽ അവർ കൊണ്ടുവരുന്ന ആക്ടിവിറ്റി കൊണ്ടാണ് ഈ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഗ്രോത്തിന് പിന്നിൽ ഹോർമോൺ ഉണ്ട്. നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ ലോ ആക്കുന്നതിന് പിന്നിൽ ഹോർമോൺ ഉണ്ട്. ഓക്കെ അല്ലേ? സോ സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ പിന്നിൽ ഹോർമോൺസ് ഉണ്ട്. സോ എല്ലാത്തിൻ്റെയും പിന്നിൽ ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? ഓരോ ഗ്ലാൻഡിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്, ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. വെരി ഗുഡ്. പാൻക്രിയാസ് എന്ന ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്കറിയാം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അല്ലേ, ഏതൊക്കെയാണ്? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോർമോൺസിനെ പറ്റിയൊക്കെ ഒരു ഇൻഫോർമേഷൻ ഉണ്ടാക്കുക. ദെൻ നമുക്കറിയാം തൈമോസിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് അല്ലേ? എമർജൻസി ഹോർമോൺസ് ഏതൊക്കെയാണ്? എമർജൻസി ഹോർമോൺസ് ഏതൊക്കെയാണ്? അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. യെസ്. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസിങ് ഹോർമോൺസ്. ഓക്കെ. ദെൻ ഹൈപ്പോതലാമസ്, ദ മേജർ കൺട്രോളിങ് റീജിയൻ അല്ലേ? ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസിങ് ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോൺസിനെയൊക്കെ പറ്റി ഒരു ബേസിക് ഐഡിയ കൊണ്ടുവരിക. ഏതൊക്കെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഗ്ലാൻസ് ഏതൊക്കെയാണ്? ദെൻ ഈ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഈ ഹോർമോൺസിന്റെ ആക്ടിവിറ്റീസ് എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. ദെൻ നമ്മൾ വീണ്ടും പറയുന്നുണ്ട് പ്ലാന്റ് ഹോർമോൺസ്. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മേജർ ഹോർമോൺസ് 5 ആണ്. ദെൻ ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബെർലിൻ, ദെൻ അഗെയിൻ എഥിലിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബെർലിൻ ആൻഡ് എഥിലിൻ. ദെൻ ഗ്രോത്ത് ഇൻഹിബിഷൻ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് അബ്സിസിക് ആസിഡ്. സോ സിംപ്ലി ഈ ഹോർമോൺസ് എവിടെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കളെ, ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? നിങ്ങൾക്കറിയാം ഒരു ഗേഷ്യസ് ഹോർമോൺ ആണ്. സിംപ്ലി ദാറ്റ് ഈസ് എഥിലിൻ. സോ ഓരോ ഹോർമോണിനെ പറ്റിയും നിങ്ങളൊരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അത് വരും. സോ ഹോർമോൺസിനെ പറ്റി നല്ലൊരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഹോർമോൺസ് ആൻഡ് ദ പ്രൊഡ്യൂസിങ് ഗ്ലാൻസിനെ പറ്റി ആയിരിക്കും. ഓക്കെ. ദെൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്തേ മക്കളെ. ദ തൈറോയിഡ് ഡെഫിഷ്യൻസി ഇൻ ഇൻഫൻസ് ഈസ് ഡ്യൂ ടു തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് എന്താണ്? അപ്പൊ സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻഫൻസിൽ ഉണ്ടാകുന്ന ഡിസീസ്. ഇൻഫൻസില് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ദാറ്റ് ഈസ് ക്രെറ്റിനിസം. ആൻസർ സി ആണ് കേട്ടോ. യെസ്, ആൻസർ സി ആണ്. സിംപ്ലി ദാറ്റ് ഈസ് ക്രെറ്റിനിസം. സോ ഇൻഫൻസിൽ വരുന്ന റിട്ടാർഡേഷൻ ആൻഡ് ഇംപ്രോപ്പർ ബ്രെയിൻ ഡെവലപ്മെന്റ് അതൊക്കെയാണ് ഈ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്നത്. സോ ഇൻഫൻസ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് ക്രെറ്റിനിസം. അപ്പോൾ ഇൻഫൻസിൽ കാണുന്ന കണ്ടീഷനാണത് ക്രെറ്റിനിസം. ഓക്കെ. അപ്പോൾ നമ്മൾ വെരി ഗുഡ് ആൻസർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിഷ്യൻസി ഡിസീസസ് കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻസുലിൻ്റെ ഒക്കെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡയബറ്റീസ് അല്ലേ? അപ്പോൾ ഡയബറ്റീസ് എന്താണ്, എന്തുകൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്, ഹൗ വി ക്യാൻ ക്യൂർ ഡയബറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഹോർമോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണുക. വെരി ഗുഡ്. ദെൻ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ലൈഫ് പ്രോസസ്സസ്. അപ്പോൾ ലൈഫ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പാസ് ഓൺ ചെയ്യേണ്ട ടോപ്പിക്സ് ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അതിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പാർട്ടിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. കാരണം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ന്യൂട്രീഷൻ അതിൽ വരുന്നുണ്ട്. സോ നമുക്കറിയാം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ആനിമൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
സോ പ്ലാന്റ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നിങ്ങൾ പഠിച്ചിരിക്കണം, ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ്. സോ ലൈഫ് പ്രോസസ്സിൽ ന്യൂട്രീഷനിൽ പ്ലാന്റിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ഫോട്ടോസിന്തസിസ്. അപ്പം മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസ് എവിടെയാണ് ഒക്യൂർ ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഫോട്ടോസിന്തസിസിന്റെ റിസൾട്ടിങ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, ഓക്കെ, സെല്ലിൽ എവിടെയാണ് സംഭവിക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റിലാണെങ്കിൽ തൈലക്കോയിഡ് മെംബ്രെയിനിലുള്ള ലൈറ്റ് റിയാക്ഷൻസ്, ദെൻ സ്ട്രോമൽ റീജിയൻ, ക്ലോറോപ്ലാസ്റ്റിന്റെ തന്നെ സ്ട്രോമൽ റീജിയനിൽ നടക്കുന്ന ഡാർക്ക് റിയാക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. സോ സിംപ്ലി ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ വരുമ്പോൾ നിങ്ങൾ ഡൈജഷനെ പറ്റി നിങ്ങൾക്ക് ഒരു അറിവ് വേണം, ഡൈജഷനെ പറ്റി. സോ നമ്മുടെ മൗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു ഡൈജഷൻ പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. സോ ഡൈജഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദിസ് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. ദെൻ എഗെയിൻ റെസ്പിറേഷൻ, നമുക്കറിയാം ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്, നമ്മൾ എനർജി പ്രൊഡ്യൂസിങ് ആയിട്ട് നടക്കുന്ന ലൈഫ് പ്രോസസ്സാണ് റെസ്പിറേഷൻ, ബോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോ അവിടെ എന്താണ് നടക്കുന്നത്, ഓക്കെ, ഈ റെസ്പിറേഷൻ്റെ റിസൾട്ടിങ് പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, സോ റെസ്പിറേഷൻ്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള എയ്റോബിക് ആൻഡ് അനീറോബിക് റെസ്പിറേഷൻ, അനീറോബിക് റെസ്പിറേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് കണ്ടീഷനിലാണ് അനീറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്, ഓക്കെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു ലൈഫ് പ്രോസസ്സിൽ നിന്ന് പഠിച്ചിരിക്കാം. യെസ്, ദെൻ വീണ്ടും നോക്കിക്കേ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല, ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ലൈഫ് പ്രോസസ്സിലും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് ഏതൊക്കെയാണ്, ഒന്ന് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, ദെൻ വെസൽസ്, ദെൻ അതുപോലെ പ്ലാന്റിലേക്ക് വന്നു കഴിയുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, ഓക്കെ. ദെൻ എക്സ്ക്രീഷൻ, അപ്പോൾ എക്സ്ക്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കിഡ്നിയുടെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചിരിക്കുക, ഓക്കെ. അപ്പോൾ നെഫ്രോൺ എന്താണ് എന്നൊക്കെ ഒരു ബേസിക് ഐഡിയ എക്സ്ക്രീഷനെ പറ്റി നിങ്ങൾക്ക് വേണം, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു രീതിയിൽ ലൈഫ് പ്രോസസ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും, ഓക്കെ. സോ നമ്മൾ വീണ്ടും ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ആരാണ് ഇത് ആൻസർ ചെയ്യുന്നത് നോക്കട്ടെ. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ആർ, ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, യെസ് ഏതൊക്കെയാണ്, ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോസിന്തസിസ് നടക്കാൻ ഈ മെറ്റീരിയൽസ് ഒക്കെ വേണം, ഇത് യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഏതാണ് ആൻസർ? വെരി ഗുഡ്, നന്നായിട്ട് ആൻസർ പറയുന്നുണ്ട്. എന്താണത്, ഒരാൾ എ ബി ഡി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. CO2 ആൻഡ് H2O ആണ് റോ മെറ്റീരിയൽസ് അല്ലേ. പ്ലാന്റിന്റെ പുറത്തു നിന്ന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ്. ഇത് വേണം ഫോട്ടോസിന്തസിസിന് വേണ്ടി. ആൻഡ് ദ റിസൾട്ടിങ് പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം, ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനോടൊപ്പം തന്നെ ഓക്സിജനും റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ പ്ലാന്റിനുള്ളിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ അല്ലേ. യെസ്, അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ദ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് CO2 ആൻഡ് H2O. ക്ലിയർ അല്ലേ? ആൻഡ് അതിൻ്റെ പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് സിംപ്ലി കാർബോഹൈഡ്രേറ്റ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമുക്കറിയാം ക്ലോറോഫിൽ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഉള്ളിലുള്ള പിഗ്മെന്റ് ആണ്, പ്ലാന്റിൽ അത് പ്രസന്റ് ആണ്. സോ എഗെയിൻ ഔട്ടർ എൻവയോൺമെന്റിൽ നിന്ന് പ്ലാന്റ് റിക്വയർ ചെയ്യുന്ന എന്താണ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് H2O. So the correct answer is option D. Very good. Then we are again moving to next question. The name the type of respiration which causes muscle cramps. Muscle cramps ഉണ്ടാക്കുന്ന type of respiration ഏതാണ്? Muscle cramps cause ചെയ്യുന്ന type of respiration ഏതാണ്? ഓക്കെ, ആൻസർ വന്നു കഴിഞ്ഞു. ഏതാണ്? അൺഎയ്റോബിക് റെസ്പിറേഷൻ ആണല്ലേ. സോ
ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്ന അനീറോബിക് റെസ്പിറേഷൻ കൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും എന്ത് സംഭവിക്കുന്നത്, മസിൽ ക്രാംസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. ആബ്സെൻസ് ഓഫ് O2 കൊണ്ട് സംഭവിക്കുന്നതാണ് യെസ് മസിൽ ക്രാംസ്. സോ അതിന്റെ റീസൺ എന്ന് പറയുന്നത് അനീറോബിക് റെസ്പിറേഷൻ ആണ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏട്രിയം റിസീവ്സ് oxygenated blood from the lungs through the pulmonary vein? Which of the following atrium receives the oxygenated blood from the lungs through pulmonary vein? ഏതാണ്, ഏത് ചേംബർ ആണ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? വെരി ഗുഡ്, എല്ലാവരും പറയുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ലെഫ്റ്റ് ഏട്രിയം റിസീവ്സ് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ക്ലിയർ ആണോ? സോ വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ലൈഫ് പ്രോസസ്സിൽ നിന്ന് വരിക. അപ്പോൾ നന്നായിട്ട് എല്ലാ പാർട്ടും, ന്യൂട്രീഷൻ, ദെൻ എഗെയിൻ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ വീണ്ടും നമ്മൾ പറയുന്ന എക്സ്ക്രീഷൻ, ഇങ്ങനെയുള്ള പാർട്സ് ഒക്കെ, റെസ്പിറേഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, യെസ്. Then and final chapter is control and coordination. Control and coordination is the final chapter. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ അല്ലേ, സെൻസേഷൻ ചാപ്റ്റർ പറഞ്ഞപ്പോൾ അതിൽ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. ഇവിടെയും മസ്റ്റാണ് ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കുക. ദെൻ വീണ്ടും ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അവർ കൺട്രോൾ ചെയ്യുന്ന ഫങ്ഷൻ, നമ്മളുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ആണ് അല്ലേ. സോ ബ്രെയിനിൻ്റെ ഏതൊക്കെ പാർട്ട് ഏതൊക്കെ ഫങ്ഷൻസ് ചെയ്യുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ വീണ്ടും ഹോർമോൺസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ ഒരു ചാപ്റ്ററിലും നമ്മൾ ഹോർമോൺസിനെ പറ്റി പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കെമിക്കൽ മെസ്സേജസ് ഹോമിയോസ്റ്റാസ് എന്ന ടോപ്പിക് ആണ്. ഇപ്പം മെയിൻ ആയിട്ട് ഇതിൽ ഹോർമോൺസ് ആയിരുന്നു. ദെൻ ഇവിടെ ബ്രെയിൻ, ദെൻ അഗെയിൻ നെർവസ് സിസ്റ്റം ആൻഡ് അഗെയിൻ ദ ഹോർമോൺസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ 3 കാര്യങ്ങളെ പറ്റി നല്ലൊരു ഐഡിയ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കാം. യെസ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ഈ 3 ടോപ്പിക്സ് കവർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് യെസ്, ആൻഡ് അഗെയിൻ നമ്മൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ബാലൻസ് ആൻഡ് പോസ്ചർ? അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ നമുക്ക് വീണ്ടും അറിയാം, ഈ ചാപ്റ്ററിൽ നിന്ന് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ, ന്യൂറോൺ, ദെൻ അതേപോലെ തന്നെ ഹോർമോൺസ്, ഈ റീജിയൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തേ, ഏതായിരിക്കും? ഓക്കെ, ക്ലാസ് 9 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പം നിങ്ങൾ ആൻസർ ചെയ്തോളൂ. റെഗുലേഷൻ ഓഫ് ബാലൻസ് ആൻഡ് പോസ്ചർ ഏത് പാർട്ടിന്റെ സ്പെഷ്യാലിറ്റിയാണ്? സോ ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണോ എല്ലാവർക്കും കിട്ടിയത്? വെരി ഗുഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സെറിബെല്ലം. യെസ്, അപ്പോൾ നിങ്ങൾ ആൻസറുകളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുവാണല്ലേ. ഇപ്പോൾ തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുവാണ്. നമുക്ക് വീണ്ടും നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്നുകൂടി ഒന്ന് കണ്ടാലോ? 11 ചാപ്റ്റേഴ്സ്. സോ സിംപ്ലി ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, മൈക്രോ ഓർഗാനിസംസ്, കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, sensations and responses, windows of knowledge,
chemical messages for homeostasis, life processes, control and coordination. സോ സിംപ്ലി ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൂടെ കടന്നു പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും തന്നെ ഫുള്ള് കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.